ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പോകണം. അതും ഗോവയിലോട്ട് കമ്പനി ട്രിപ്പാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്കിപ്പോൾ KSRTC ബസ്സും കാണലൊക്കെ വരും. കമ്പനിയിൽ നിന്ന് തന്നെ നമുക്ക് KSRTC ബസ്സും കാണലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബസ്സിന് നമ്മൾ നേരെ എറണാകുളം ടൗണിലോട്ടാണ് പോകുന്നത്. അവിടുന്ന് ഡൊണാട്ടോ ട്രെയിനിൻ്റെ പേരെന്തുവാ, ഡൊറിൻഡോ അങ്ങനെ എന്തോ ഒരു ട്രെയിനാണ്. ആ ട്രെയിനിൽ നമ്മൾ നേരെ ഗോവയിലോട്ടാണ് പോകുന്നത്. വെറും 7 സ്റ്റോപ്പും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്ന് രാത്രി 9:30 കയറിയാൽ നാളെ രാവിലെ ഒരു 6:30 7:00 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തും. അപ്പോൾ ഇനിയും ഗോവ എത്തിയിട്ട് കാണാം. അങ്ങനെ ഒരു ഫുൾ നൈറ്റ് യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇനി അടുത്ത സ്റ്റോപ്പ് ഗോവയാണ്. ഇനി ഒരു 20-25 മിനിറ്റ് കൂടെ ഉള്ളൂ ഗോവ എത്താൻ വേണ്ടിയിട്ട്. ഗോവ എത്തിയിട്ട് അവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ നമുക്ക് ബസ്സിൽ യാത്രയുണ്ട്. അതോടെ കഴിഞ്ഞ് റൂമിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ട്രെയിനിങ് ആണല്ലോ ഇറങ്ങി അവിടെ നിന്ന് 1.5 മണിക്കൂർ ബസ്സിലെ യാത്രയും കഴിഞ്ഞ് റൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ റൂമിൽ നമുക്ക് ഇനി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. 1:30ക്കാണ് ഫുഡും കാണലൊക്കെ. ഇപ്പം തന്നെ 12:45 1 മണി അടുത്തായി. അപ്പോൾ റൂമൊക്കെ കിടിലൻ റൂമും കാണലൊക്കെയാണ്. AC TV എല്ലാ സംഭവങ്ങളും കാണലൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് ബാൽക്കണിയും കാണലുമാണ്. വെട്ടം നല്ല രീതി അടിക്കുന്നതുകൊണ്ടാണ് ഞാൻ തുറന്നിടാത്തത്. അപ്പോൾ ഇനിയും ഫുഡും കാണലൊക്കെ കഴിക്കാൻ പോകണം. പിന്നെ വൈകിട്ട് ബീച്ചിൽ പോകണം. ഇത് രണ്ടും ഇന്നത്തെ പരിപാടിയും കാണലൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് ഒരു റെസ്റ്റും കാണലൊക്കെയാണ്. നാളെ മറ്റേനാളാണ് മെയിൻ പരിപാടിയും കാണലൊക്കെ വരുന്നത്. അപ്പോൾ ഇനി ഫുഡ് അടിക്കാൻ ടൈമിൽ കാണാം. അങ്ങനെ റൂമിൽ നിന്ന് ഫുഡ് അടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബാഗ ബീച്ചിലോട്ടാണ്. അപ്പോൾ ബാഗ ബീച്ചിൻ്റെ അടുത്ത് തന്നെ ഒരു മാർക്കറ്റിലാണ് നമ്മൾ ബസ് ഇറങ്ങിയത്. അങ്ങനെ ഈ ഒരു മാർക്കറ്റിലൂടെ ഈ മാർക്കറ്റിലെ കാഴ്ചകളെല്ലാം കണ്ട് പെയ്യെ നടന്നാണ് നമ്മൾ ബാഗ ബീച്ചിലോട്ട് പോകുന്നത്. ബാഗ ബീച്ചിലോട്ട് പോകുന്ന വഴി ഒത്തിരി കാഴ്ചകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാനും പറ്റും. ഇവിടെ ഏറ്റവും കൂടുതൽ ക്യാഷിനട്ടും അതേപോലെ തന്നെ ബേബ്കോയും ആണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. ബേബ്കോ എന്ന് പറഞ്ഞാൽ ബിവറേജും ആണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. അതേപോലെ നമ്മൾ ബീച്ചിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ ഒരു സ്റ്റാച്ചു പോലത്തെ സംഭവം കണ്ടത്. ഇതൊരു മനുഷ്യൻ സ്റ്റാച്ചു ആയിട്ട് ഒന്ന് ഫോട്ടോ എടുക്കുന്ന ആ ഒരു സംഗതി ഇല്ല, അത് തന്നെയാണ് സംഭവം. എങ്ങനെ പറയേണ്ടത് എനിക്കറിയത്തില്ല, അതാണ് സംഭവം എന്തായാലും. അപ്പോൾ അതിൻ്റെ അടുത്ത് വന്ന് ഒത്തിരി പേര് ഫോട്ടോയും കാണലൊക്കെ എടുക്കുന്നുണ്ട്. അതിനങ്ങനെ ഒരു ഫിക്സഡ് റേറ്റ് ഒന്നുമില്ല. അവിടെ പുള്ളി ഒരു സ്കാനർ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു സ്കാനറിൽ പൈസയും കാണലൊക്കെ ഇടാം. അടിപൊളി ഒരു സംഭവമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബീച്ചിലോട്ട് ഇറങ്ങി. നമ്മൾ ആദ്യം ഒന്നും കടലിലോട്ട് ഇറങ്ങിയില്ല. കുറേ സമയം കഴിഞ്ഞാണ് കടലിലോട്ട് ഇറങ്ങിയത്. അവിടെ നമ്മൾ കാഴ്ചകളും കാണലും എല്ലാം കണ്ട് അങ്ങനെ നടക്കുമായിരുന്നു. അടിപൊളി ബീച്ച് എന്ന് പറഞ്ഞാൽ അടിപൊളി ബീച്ച് എന്നൊന്നും പറയാൻ മാത്രം ഇല്ല. കാരണം നമ്മളൊരു ഈവനിങ് ടൈമിലാണ് പോയത്. ഇവിടെയൊക്കെ പാർട്ടി മൂഡ് ആവുന്നത് രാത്രി ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കാണ്. നമ്മുടെ ആലപ്പുഴ ബീച്ച് പോലൊരു ബീച്ച്. അങ്ങനെ ആ ഒരു ബീച്ചിൽ കൂടെ നമ്മൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. പിന്നെ നമ്മൾ ബീച്ചിൽ പെതിയെ മീൻപിടുത്തവും കാണലൊക്കെ തുടങ്ങി. പിന്നെ ഇവിടുത്തെ മണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ആലപ്പുഴ ബീച്ചിലൊക്കെ പൊടുത്തൊരു മണ്ണല്ല, നമ്മുടെ കാലയിൽ ഒട്ടിപ്പിടിക്കാത്ത എന്താ പറയുന്നത് തരി പോലത്തുള്ളൊരു മണ്ണാണ്. പിന്നെ നമ്മൾ പെയ്യെ വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങി. പിന്നെ നമ്മൾ ഫുൾ മീൻപിടുത്തവും കാണലൊക്കെ ആയിരുന്നു. മറ്റേ ശംഖിൻ്റെ അകത്തൊരു ഞണ്ട് പോലെ സംഭവം, അതിനെയൊക്കെ പിടിക്കുന്ന പരിപാടിയും കാണലൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം. ഇത് കടിക്കുന്നില്ല. ഇതിനെ മറ്റേ സാധനം ചെറുതാ, വലിയ കട്ടിയില്ല, ചെറുതാ. കാലിന് കട്ടിയില്ല, ഇതിന് കാലുണ്ടാ വലുത്. ഈ വലിയ കാലാട്ടം എങ്ങനെ പിടിക്കും? അത് എങ്ങനെ പിടിക്കണം? എവിടെ പിടിച്ചെടുക്കണ്ടേ? ഇതാണ് ഞണ്ട്. ഞണ്ടിനെ ഇഷ്ടപ്പെടുന്നവർ ഞണ്ടിനെ നോക്കുന്നു, കണ്ടില്ലേ? ഈ വെള്ളത്തിൽ ഇറക്കി വിടുന്ന വീഡിയോ ആണെങ്കിൽ മണലിട്ട് കൊടുക്കട്ടെ. വൃത്തിയായിട്ടോ കൈ വെച്ചാൽ കിട്ടിയില്ല. ഞാൻ ഈ വെള്ളത്തിൽ കടിച്ചതല്ല, ഇവൻ പിടിച്ചത് ഞണ്ടിനെ തോണ്ടി ഇങ്ങനെ എടുക്കണ്ട. വാച്ചിട്ടുണ്ട്, അത് കംപ്ലൈന്റ് ആവും. അതിന്റെ പേരില കടിക്കൂട്ടാ. അതന്നെയാണോ? അല്ലല്ല, ഇത് വേറെ വലുതാ. അതാമയാണോ? ജെർനെ കോമൺ പൊക്കിടുത്തറിയല്ല. അത് അവിടെ ചെന്ന്
കണ്ടി അടിച്ച് ചോര വന്ന് ഗൈസ്. എവിടെ പറ മണ്ണിനെ പോലത്തെ സാധനം. അല്ല അടിക്കുക കൈയിട്ടേ അടി മോനെ. ഇല്ല ദേടാ എടാ കടിക്കേ നല്ല മൂർച്ചയുള്ളതല്ലേ പോയടാ ഭൂമിക്ക് നോക്കിയറിയാം മണല് വെച്ചേ ഉണ്ടാക്കിയല്ലേ. സിനോജിന് വേണ്ടി ലഡ്ഡു ഞാൻ ഉണ്ടാക്കി. കിട്ടിയേ ഇങ്ങനെ എടുക്ക് ഭയങ്കര സ്പീഡാണ്. ഇല്ലേ നോക്കിയേ ആ പോകൂ അതിൻ്റെ അതുണ്ട് വേറെന്താ മൈനാണ് ഇതിന്റെ മുട്ടയാ. സംയമനം സംയമനം ബാക്കി. പോയില്ല അടിയെന്ന് കോരടാ പോരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളമുള്ള സാധനം. നീ കോര് ഞാൻ ഗീസ് അങ്ങനെ ഒടുവിൽ എത്ര അത് കോരിയിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി. നമ്മൾ അവിടെ നിന്ന് മാറി. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി ഒരു പുള്ളിക്കാരൻ മീനും കാണലൊക്കെ പിടിക്കുന്നുണ്ട്. കുറേ നേരം ഞാൻ വീഡിയോ എടുത്തെങ്കിലും പുള്ളിക്ക് മീനും കാണലൊന്നും കിട്ടിയില്ല. പിന്നെ ഇത് നമ്മുടെ പാർട്ടിയാണ് കരുതരുത്. ഇത് റിച്ച് ടീമിൻ്റെ പാർട്ടിയാണ്. ഇതിൻ്റെ അകത്ത് കയറി വീഡിയോസും കാണലൊന്നും എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. കാരണം നമ്മൾ പേ ചെയ്യണം അതിൻ്റെ അകത്ത് കയറി വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഫുട്ടേജ് എടുത്തതേ ഉള്ളൂ. പിന്നെ ഗോവ വന്ന ബേവ്കോ കാണിക്കണമെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ബേവ്കോയുടെ വീഡിയോയും കാണലൊക്കെ കാണിക്കുന്നത്. ഇവിടെ ഏറ്റവും വില കുറച്ച് കിട്ടുന്ന ഒരു സാധനം ഇതാണ് ബേവ്കോ. അതായത് നമ്മുടെ ബിവറേജ് അല്ല ബാർ അങ്ങനെ എന്തെങ്കിലും പറയാം. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ലിക്കർ ഡ്രിങ്കിങ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്ന് ഞാൻ പറയുന്നത് ജസ്റ്റ് എല്ലാവരും കാണിക്കാൻ പറയുന്നത് മാത്രം ഞാൻ കാണിച്ചാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണാനൊക്കെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലുള്ള മറ്റ് വീഡിയോസും കാണാനൊക്കെ പോയി കാണുക. ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക. ടാറ്റ ബൈ ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം.